രാമോ രാജമണി സദാ വിജയത്തെ രാമം രമേശം ഭജേ രാമേണാഭിഹതാ നിശാചരചമൂ രാമായ തസ്മൈ നമഃ. രാമാന്നാസ്തി പരായണം പരതരം രാമസ്യ ദാസോസ്മ്യഹം രാമേ ചിത്തലയ സദാ ഭവതു മേ ഹേ രാമ മാമുദ്ധര. രാമ 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 രാമാഭിരാമ രാമ സീതാഭിരാമ രാമ. ഭാഗ്യം ചെയ്ത പുണ്യാത്മാക്കളെ, നാരദനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാമകഥ പാടി വാത്മീകി. ആദ്യം അറിയാതെ കണ്ട് ഉള്ളിൽ നിന്ന് വന്ന വീണാനാദം പോലെ മനോഹരമായി ഒഴുകിയ മാ നിഷാദപ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാഹ യത് ക്രൗഞ്ചമിഥുനാദേകമവധി കാമമോഹിതം. ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തിയ ഹേ കാട്ടാള, നിനക്ക് സ്ഥിരപ്രതിഷ്ഠയില്ലാതെ പോകട്ടെ എന്നതായ ആ വചസ്സുകൾ മനോഹരമായ സനാതന ധർമ്മ ബോധത്തിലേക്ക് ലോകത്തെ മുഴുവൻ നയിക്കുന്ന രാമകഥയായി, രാമായണ കാവ്യമായി ഒഴുകി. ആശ്രമത്തിൽ ധ്യാനനിരതനായിരിക്കുന്ന വാത്മീകി മഹർഷിയുടെ അരികത്തേക്ക് ബ്രഹ്മദേവൻ വരുന്ന രംഗം വാത്മീകി രാമായണത്തിൽ വർണ്ണിക്കുന്നുണ്ട്. യാതൊരു തരത്തിലുള്ളതായ ശ്ലോകമാണ് എന്നിൽ നിന്ന് ഉണർന്നൊഴുകിയത് എന്നിങ്ങനെ അത്ഭുതത്തോടുകൂടി ആ ശ്ലോകത്തെ തന്നെ ആവർത്തിച്ച് ഉദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന വാത്മീകിയുടെ അരികത്ത് വന്ന ബ്രഹ്മദേവൻ അദ്ദേഹത്തെ കാവ്യരചനയ്ക്ക് വേണ്ടതുപോലെ പ്രചോദനം നൽകി അനുഗ്രഹിച്ചു. അല്ലയോ മഹർഷീശ്വര, അങ്ങ് ഉച്ചരിച്ചത് ശ്ലോകം തന്നെയാണ്. ആ താളത്തിൽ തന്നെ രാമകഥ പാടൂ. ബ്രഹ്മദേവൻ്റെ ഈ നിർദ്ദേശം കൂടി ഉൾക്കൊണ്ടാണ് നാരദ മഹർഷി പറഞ്ഞ മാതൃകാപുരുഷനായ സത്യവാനായ വീരനായ രാമനെക്കുറിച്ച് വാത്മീകി പാടിയത്. താൻ നിർമ്മിച്ച ശ്ലോകങ്ങളെല്ലാം ആരെയാണ് പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഇത് ലോകത്തിൽ എല്ലായിടത്തും ഈ രാമകഥയിലൂടെ തൻ്റെ ശ്ലോകങ്ങളിലൂടെ എല്ലാവരിലേക്കും രാമൻ്റെ മഹത്വം എത്തിക്കേണ്ടത് എന്നിങ്ങനെ വാത്മീകി മഹർഷി ചിന്തിച്ചു. ആ സമയത്താണ് വാത്മീകിയുടെ ആശ്രമത്തിൽ സാക്ഷാൽ ശ്രീരാമദേവൻ്റെ പുത്രന്മാരായിരിക്കുന്ന ലവകുശന്മാർ വാത്മീകി മഹർഷിയുടെ പാതാരവിന്ദങ്ങളിൽ വന്ന് നമസ്കരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, രാമായണ രചന നടന്നത് രാമൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ്. ആ കാലം എപ്പോഴാണ് എന്ന് വാത്മീകി രാമായണത്തിലെ ഈ ആദ്യത്തെ അധ്യായങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീരാമദേവൻ സീതയ്ക്കുണ്ടായതായ ഒരു അപവാദം, ആ അപവാദം ഒരു കാരണവശാലും സീതാദേവിയുടെ കാതിലെത്തരുത് എന്നുദ്ദേശിച്ച് ആ സീതാദേവിയെ വാത്മീകിയുടെ ആശ്രമത്തിലേക്കാക്കിയ കാലഘട്ടം. വാത്മീകിയുടെ ആശ്രമത്തിൽ സീതാദേവി കഴിയുന്ന കാലഘട്ടത്തിലാണ് ലവകുശന്മാർ ജനിക്കുന്നത്. അപ്പോൾ ലോകത്ത് അനവധി തരത്തിലുള്ളതായ
സീതയെ വീണ്ടെടുത്തു കൊണ്ടുവന്ന രാമൻ യാതൊരു സംശയവും കൂടാതെ സീതയെ തൻ്റെ ധർമ്മപത്നി പദത്തിൽ സ്വീകരിച്ച് രാജ്യം ഭരിക്കുന്നു എന്നുള്ളതായ ജനങ്ങൾ പറയുന്നതായ വാക്കുകൾ കാലാന്തരത്തിൽ ഒരു അപവാദമായി സീതാദേവിക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ സീതാദേവി തൻ്റെ പ്രാണനെ ഉപേക്ഷിക്കും. അങ്ങനെയുള്ള ഒരവസ്ഥ വന്നു ചേരാതിരിക്കാൻ ശ്രീരാമദേവൻ സീതാദേവിയെ വാത്മീകിയുടെ ആശ്രമത്തിൽ ആക്കിയ ആ കാലഘട്ടം, ലവകുശന്മാർ ജനിക്കുന്നതും അവിടെയാണ്. ശത്രുഘ്നൻ ലവണാസുരവധത്തിന് വേണ്ടി പോകുന്ന സമയത്ത് വാത്മീകിയുടെ ആശ്രമത്തിലേക്ക് വരുന്ന രംഗം ഉത്തരരാമായണത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിലാണ് ലവകുശന്മാർ ജനിക്കുന്നത് എന്നും അവിടെ പറയുന്നുണ്ട്. സീതാദേവിക്ക് ജനിച്ച ശ്രീരാമദേവൻ്റെ ആ ഇരട്ടകളായ ആ പൊന്നോമനകളെ കണ്ട് ആനന്ദത്തോടു കൂടിയാണത്രേ ശത്രുഘ്നൻ തൻ്റെ യാത്ര തുടരുന്നത്. അപ്പോൾ ഒരു കാലബോധം നമുക്കുണ്ടാകാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ വാത്മീകി മഹർഷി മനസ്സിൽ ചിന്തിക്കുന്നത് ശ്രീരാമൻ്റെ കഥ പാടാൻ ഏറ്റവും യോഗ്യരായിട്ടുള്ളത് ആ ശ്രീരാമപുത്രന്മാരായ ഈ ലവകുശന്മാർ തന്നെയാണ് എന്നാണ്. അങ്ങനെ അദ്ദേഹം ലവകുശന്മാരെ അരികത്തിരുത്തി താൻ ലോകത്തിന് വേണ്ടി സമർപ്പിച്ച ആ രാമായണ ശ്ലോകങ്ങൾ ആ കുട്ടികളെ പഠിപ്പിച്ചു. രാമാഭിഷേകാഭ്യുദയം സർവസൈന്യ വിസർജനം സ്വരാഷ്ട്രരഞ്ജനം ചൈവ വൈദേഹ്യാശ്ച വിസർജനം അനാഗതം ച യത്കിഞ്ചിൽ രാമസ്യ വസുധാതലേ തച്ചകാരോത്തരേ കാവ്യേ വാത്മീകിർ ഭഗവാൻ ഋഷി. ഇപ്പോൾ വാത്മീകി മഹർഷി രാമായണം മുഴുവൻ രചിച്ചു കഴിഞ്ഞതിന് ശേഷം ആണ് ലവകുശന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് രാമൻ്റെ കഥയായി വാത്മീകി പാടിയത് എന്ന് ചുരുക്കി പറയുകയാണ് ഈ ശ്ലോകങ്ങളിലൂടെ. സാക്ഷാൽ ശ്രീരാമദേവൻ്റെ ജനനം മുതൽ 6 കാണ്ഡങ്ങളിലൂടെ വർണ്ണിച്ചതെല്ലാം വേണ്ടതുപോലെ ലവകുശന്മാരെ പഠിപ്പിച്ചതിന് ശേഷം 7ാമത്തെ കാണ്ഡം, ഉത്തരകാണ്ഡം, അത് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ലോകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കൂടി വാത്മീകി മഹർഷി ഉത്തരകാണ്ഡമായി രചിച്ച് ആ ലവകുശന്മാരെ പഠിപ്പിച്ചു. അങ്ങനെ രാമായണം വേണ്ടതുപോലെ ഹൃദിസ്ഥമാക്കി ലവകുശന്മാർ. ഉത്തരകാണ്ഡത്തിൽ നേരത്തെ പറഞ്ഞ ശത്രുഘ്നൻ ലവണാസുരവധത്തിന് പോകുന്ന സമയത്താണ് ലവകുശന്മാർ ആ സീതാദേവിയുടെ പുത്രന്മാരായി, രാമപുത്രന്മാരായി അവർ ജനിക്കുന്നത് വാത്മീകി ആശ്രമത്തിൽ. അത് കണ്ട് സന്തോഷത്തോടു കൂടിയാണ് ശത്രുഘ്നൻ്റെ യാത്ര. പിന്നീട് ശത്രുഘ്നൻ അസുരവധം കഴിഞ്ഞ് അവിടെ തന്നെ ഒരു നഗരം നിർമ്മിച്ച് രാമൻ്റെ നിർദ്ദേശമനുസരിച്ച് അവിടെ താമസിക്കുകയാണ് ചെയ്യുന്നത്. 12 വർഷത്തിന് ശേഷം ശത്രുഘ്നൻ തൻ്റെ സഹോദരന്മാരെ കാണാനുള്ള ആഗ്രഹത്തോടുകൂടി മടങ്ങി വരുന്ന സമയത്ത് ഈ വാത്മീകി ആശ്രമത്തിൽ പ്രവേശിക്കുന്നുണ്ട്. അപ്പോഴവിടെ ശത്രുഘ്നൻ ഈ ലവകുശന്മാർ പാടുന്നതായ രാമായണ ഗാനം കേട്ടു അത്രേ. അപ്പോൾ ഉത്തരകാണ്ഡത്തിൽ ഇങ്ങനെ ഒരു രംഗം വർണ്ണിക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ലവകുശന്മാർ ആ രാമായണ കാവ്യം വളരെ കാലത്തെ പ്രയത്നം കൊണ്ട് ഹൃദിസ്ഥമാക്കുകയും അവർ പിന്നീട് വാത്മീകിയുടെ നിർദ്ദേശപ്രകാരം ആശ്രമത്തിലും ആശ്രമങ്ങളിൽ നിന്ന് ആശ്രമങ്ങളിലേക്കും
പിന്നീട് ഗ്രാമങ്ങളിലേക്കും ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കും യാത്ര ചെയ്തുകൊണ്ട് ഈ രാമായണ കാവ്യം പ്രചരിപ്പിച്ചു, പാടി പ്രചരിപ്പിച്ചു എന്നുള്ള കാര്യം. തതസ്തു തൗ രാമവച പ്രചോദിതാവഗായത മാർഗവിധാന സമ്പദാ ച സചാപി രാമ പരിഷദ്ഗത ശനൈ ബുഭൂഷയാ സക്രമനാ ബഭൂവ. നഗരചത്വരങ്ങളിലൂടെ രാമായണം പാടി നടക്കുന്ന രണ്ട് മുനികുമാരന്മാരെക്കുറിച്ച് കേട്ടറിഞ്ഞു രാമൻ. ഒരിക്കൽ അദ്ദേഹം മട്ടുപ്പാവിൽ നിൽക്കുമ്പോൾ ആ കാഴ്ച കാണുകയും ചെയ്തു, മധുരമായ ആ ശബ്ദം കേൾക്കുകയും ചെയ്തു. നഗരവീഥിയിലൂടെ രാമായണം പാടി നടക്കുന്ന യുവ സൗന്ദര്യത്തിൻ്റെ മൂർത്തീഭാവങ്ങളായ ലവകുശന്മാർ. അവരെ കണ്ടപ്പോൾ തന്നെ ശ്രീരാമൻ എന്തെന്നില്ലാത്തതായ ഒരു സന്തോഷം ഉള്ളിലുണ്ടായി. രാമൻ ഈശ്വരനാണ്, എല്ലാം അറിയുന്നവൻ. എന്നിട്ടും ഒന്നും അറിയാത്തതുപോലെ നടിക്കുന്നു. ഈ നാട്യത്തെക്കുറിച്ചാണ് രാമഹൃദയം എന്ന അധ്യായത്തിൽ അധ്യാത്മരാമായണത്തിൽ സീതാദേവി പറയുന്നത്. യഥാർത്ഥത്തിൽ രാമൻ പരമപുരുഷനാണ്, രാമൻ ഒന്നും ചെയ്യുന്നില്ല, ചെയ്യുന്നതെല്ലാം പ്രകൃതിയാണ് എന്ന്. സ്വന്തം മക്കളാണ് എന്ന് ഈശ്വരന് മനസ്സിലാക്കാൻ കഴിയാതെയല്ല, എന്നിട്ടും അതാരാണ് എന്ന അത്ഭുതത്തോടുകൂടി രാമൻ നോക്കി എന്നാണ് കഥ വർണ്ണിക്കുന്നത്. ഭൃത്യരെ അയച്ച് ആ രണ്ട് മുനികുമാരന്മാരെയും രാജകൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നു. അവർക്ക് യഥായോഗ്യമായിരിക്കുന്ന സ്ഥാനം കൊടുത്ത് അവരോട് അവർ പാടിയതായ ആ കഥ, ആ ഗാനം രാജസദസ്സിൽ ആലപിക്കാനായി അപേക്ഷിക്കുന്നു. മുനികുമാരന്മാർ സന്തോഷത്തോടുകൂടി സാക്ഷാൽ ശ്രീരാമൻ്റെ അനുജ്ഞ ഏറ്റുവാങ്ങി രാമായണം പാടുന്നു. ഇങ്ങനെയാണ് വാത്മീകി രാമായണത്തിൻ്റെ കഥാഘടന. ശ്രീരാമദേവൻ സദസ്സിനോട് പറയുന്നുണ്ട്, ഇത്രയും മധുരമായി, ഇത്രയും മനോഹരമായി, ഈ സൂര്യവംശത്തിന് തന്നെ വേണ്ടതുപോലെ യശസ് ഉണർത്തുന്ന വിധം ഉള്ള കഥയാണ് ഇവർ പാടുന്നത്. അത് നമുക്കെല്ലാം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്തതായ സന്തോഷം നൽകുന്നതാണ്. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും കേട്ട് ആസ്വദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാമനും സദസ്സും ലവകുശന്മാർ പാടുന്നതായ ആ രാമായണ ഗാനം കേൾക്കുന്ന വിധം വാത്മീകി രാമായണം കഥ ആരംഭിക്കുന്നു. ലവകുശന്മാർ മാർഗവിധാന സമ്പദ, മാർഗം എന്നതായ രീതിയിലൂടെ ഈ ഗാനം ആലപിച്ചു എന്നാണ് പറയുന്നത്. മാർഗം അതൊരു പക്ഷേ നടന്ന് പാടാൻ കഴിയുന്ന വിധത്തിലുള്ളതായ ഒരു സവിശേഷമായ രീതിയെ അവലംബിച്ചു രാമായണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റുള്ളവർക്ക് ജീവിതമാർഗത്തെ പകർന്നു കൊടുക്കുന്ന മഹത്തരമായിരിക്കുന്ന ഒരു കാവ്യം, ആ കാവ്യം ഈ രീതിയെ അവലംബിച്ചു എന്ന് പറയുമ്പോൾ അതിലുമുണ്ട് ഒരു അലങ്കാരം. ഇങ്ങനെ രാമായണ കഥ ആരംഭിക്കുകയായി. ലവകുശന്മാർ പാടുന്ന രീതിയിൽ രാമായണം ആദ്യം പറയുന്നത് അയോധ്യ എന്ന മഹാനഗരത്തിൻ്റെ പ്രൗഢമായിരിക്കുന്ന സൗന്ദര്യമാണ്. കോസലമെന്ന മഹാരാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് അയോധ്യ. അയോധ്യയിലെ രാജാവ് ദശരഥൻ. ഇക്ഷ്വാകു വംശത്തിൻ്റെ കഥ
എല്ലാ പുരാണങ്ങളിലും പ്രകീർത്തിക്കുന്നു. സൂര്യനിൽ നിന്നാണ് ഈ രാജവംശം ആരംഭിച്ചത് എന്നുള്ളത് കൊണ്ട് സൂര്യവംശം എന്ന പേര്. അതുകൂടാതെ ഈ വംശത്തിൽ ജനിച്ചവരായിരിക്കുന്ന അനവധി മഹാരാജാക്കന്മാരുടെ അവർ ലോകത്തിന് വേണ്ടി ചെയ്തതായ മഹത് കർമ്മങ്ങളുടെ പ്രത്യേകതകൾക്കനുസരിച്ച് ആ രാജാക്കന്മാരുടെ പേരിലും പലപ്പോഴും ഈ വംശം പ്രകീർത്തിതമായിട്ടുണ്ട്. അതുകൊണ്ടാണ് സൂര്യവംശം രഘുവിൻ്റെ കാലഘട്ടത്തിൽ രഘുവംശം എന്ന പേരോടുകൂടി പ്രസിദ്ധമായി. അതേപോലെ വൈവസ്വത മനുവിൽ നിന്ന് ആരംഭിച്ച ആ വംശത്തിലെ വളരെ ശ്രേഷ്ഠനായ രാജാവായിരുന്നു ഇക്ഷ്വാകു. അതുകൊണ്ട് ഈ രാജവംശത്തിന് ഇക്ഷ്വാകു വംശം എന്നൊരു പേര് കിട്ടി. കൂടാതെ ആ വംശത്തിൽ ജനിച്ച കീർത്തിമാനായ ഒരു രാജാവ് വികുക്ഷി, അദ്ദേഹത്തിന് അനവധി പേരുകളുണ്ടായി. ശശാതൻ. അദ്ദേഹം സ്വർഗത്തിൽ ചെന്ന് ദേവന്മാരെ യുദ്ധത്തിൽ സഹായിച്ചു അത്രേ. ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഈ ശശാതൻ ദേവലോകത്തേക്ക് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് അസുരന്മാരുമായി യുദ്ധം ചെയ്യണമെങ്കിൽ ദേവേന്ദ്രൻ തൻ്റെ വാഹനമാവണം എന്നാണ്. അങ്ങനെ ദേവേന്ദ്രൻ ഒരു കാളയുടെ രൂപം ധരിച്ച് ഇദ്ദേഹത്തിൻ്റെ വാഹനമായി മാറി. കാളയുടെ പുറകിലുള്ളതായ ഈ പൂഞ്ഞ, മുകളിലോട്ട് ഉയർന്നു നിൽക്കുന്ന മുഴ പോലെയുള്ള ഭാഗം, അതിന് സംസ്കൃതത്തിൽ പറയുക കക്കു എന്നാണ്. ഈ പൂഞ്ഞയിൽ ഇരുന്ന് യുദ്ധം ചെയ്തു എന്നുള്ളതിനാൽ, കകുവിലിരുന്ന് യുദ്ധം ചെയ്തു എന്നുള്ളതിനാൽ കകുൽസ്ഥൻ എന്ന പേര് അദ്ദേഹത്തിന് വിഖ്യാതമായി. അങ്ങനെ ദേവലോകത്ത് ചെന്ന് ഇന്ദ്രനെപ്പോലും വാഹനമാക്കിയവൻ എന്നർത്ഥത്തിൽ ഇന്ദ്രവാഹൻ എന്ന പേര് കൂടി ഉണ്ടായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷം വന്ന എല്ലാ രാജാക്കന്മാരെയും കകുൽസ്ഥൻ എന്ന അദ്ദേഹത്തിൻ്റെ നാമത്തിൻ്റെ ആ വൈശിഷ്ട്യം, അദ്ദേഹം ചെയ്തതായ പ്രവൃത്തിയുടെ മഹത്വം ഓർമ്മിപ്പിക്കുന്ന വിധം പിന്നീടുള്ള രാജാക്കന്മാരെ മുഴുവൻ കാകുൽസ്ഥന്മാർ എന്നുകൂടി വിശേഷിപ്പിച്ചു. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൽ സുന്ദരകാന്ഡം കഥയ മമ കഥകളതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതീവര എന്നിങ്ങനെ പാടാൻ കാരണം, കാകുൽസ്ഥൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ശ്രീരാമനെ കാകുൽസ്ഥൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ രാജാവിലൂടെയാണ്. ഇങ്ങനെ അനവധി രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ സൂര്യവംശത്തിൻ്റെ പ്രകീർത്തനമായി അനവധി പുരാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സർഗശ്ച പ്രതിസർഗശ്ച വംശോ മന്വന്തരാണിച വംശാനുചരിതം ചെയ്വ. പുരാണം പഞ്ചലക്ഷണം. പുരാണങ്ങളൊക്കെ 5 ലക്ഷണത്തോടു കൂടിയതാണ്. ആ 5 ലക്ഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വംശവും വംശാനുചരിതവും. ഈ വംശാനുചരിതങ്ങളിൽ സൂര്യവംശത്തിൻ്റെയും ചന്ദ്രവംശത്തിൻ്റെയും കഥകൾ പറയുമ്പോൾ ആ വംശത്തിൽ ജനിച്ച രാജാക്കന്മാരുടെ കഥകളാണ് വിശദമാവുന്നത്. വാത്മീകി രാമായണത്തിലും അധ്യാത്മരാമായണത്തിലും സൂര്യവംശ രാജാക്കന്മാരുടെ ചരിതം വിശദീകരിക്കുന്നുണ്ട്. പലപ്പോഴും വാത്മീകി രാമായണം കാവ്യരൂപമായി നമ്മൾ പറയുന്നുണ്ടെങ്കിലും കഥകളുടെ സമൃദ്ധി പലപ്പോഴും ഈ സൂര്യവംശ രാജാക്കന്മാരുടെ ചരിതം പറയുന്ന സമയത്ത് അതിനൊരു പുരാണ സ്വരൂപം കൈവരുന്നതായി നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ സൂര്യവംശത്തിലെ ശ്രേഷ്ഠനായ നേമി എന്ന ചക്രവർത്തി, അദ്ദേഹം ദേവലോകത്ത് പോയി ദേവന്മാരോടൊപ്പം ചേർന്ന് അസുരന്മാരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി 10 രഥത്തിൽ മാറി മാറി നിന്ന് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവൻ എന്ന അർത്ഥത്തിലും മഹാരഥന്മാരുമായി യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിവുള്ളവൻ എന്ന അർത്ഥത്തിലും ഒക്കെയാണ് ദശരഥൻ എന്ന വിശേഷണം നേമി എന്ന ചക്രവർത്തിക്ക് ലഭിച്ചത് എന്നും പറയുകയുണ്ടായിട്ടുണ്ട് പുരാണങ്ങൾ.
അപ്പോൾ നേമി എന്ന രാജാവിനെയാണ് ദശരഥൻ എന്ന് പ്രകീർത്തിച്ചത്. ആ ദശരഥൻ അയോധ്യയിലെ ചക്രവർത്തിയായി വാഴുന്ന കാലം കീർത്തി കൊണ്ടും സമ്പത്ത് കൊണ്ടും പ്രജാക്ഷേമ തൽപരത്വം നിറഞ്ഞു നിൽക്കുന്ന രാജാവ് എന്ന പ്രസിദ്ധി കൊണ്ടും ഒക്കെ രാജാവായ ദശരഥൻ ഏറെ സന്തുഷ്ടനായിരുന്നു. തൻ്റെ പൂർവീകരായിരിക്കുന്ന ആ രാജാക്കന്മാരുടെ മഹത്വത്തെ വേണ്ടതുപോലെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് അതിനെ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ട് രാജ്യം ഭരിക്കുന്ന രാജാവാണ് ദശരഥൻ. എങ്കിലും അദ്ദേഹത്തിനൊരു ദുഃഖമുണ്ടായിരുന്നു. തൻ്റെ ഈ വംശത്തെ നിലനിർത്താൻ തനിക്കൊരു സന്തതിയില്ലല്ലോ എന്നുള്ള ദുഃഖം. ദശരഥ മഹാരാജാവിൻ്റെ ഈ ദുഃഖത്തിനുള്ള പരിഹാരം വസിഷ്ഠ മഹർഷി നിർദ്ദേശിക്കുന്നു. ആ കഥ നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം. രാമ 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 രാമ